സമ്പൂർണ്ണ ശുചിത്വ കേരളം വലിച്ചെറിയൽ മുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി ശുചിത്വ മിഷന്റെ ജില്ലാ വിജിലൻസ് ടീം ഏരൂർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഹോട്ടലുകൾ, ആരാധനാലയങ്ങൾ, ഇറച്ചി, മീൻ സ്റ്റാളുകൾ, പാഴ്സൽ സർവീസ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പരിശോധന നടത്തി. റോഡിലല്ല ഈ സാധനം വെക്കേണ്ടത്. സ്ഥലമുണ്ടല്ലോ, ആളൊന്നല്ല ജനങ്ങൾക്ക് നടന്നു പോകാനുള്ള സ്ഥലം ഇട്ടത്. ശരിയാണ്, താൻ കാണിച്ചു തരാം. ഈ പൈപ്പ് വന്നിട്ട് കണ്ടോ, റോഡിൽ അവിടെ മാറ്റിയിട്ട് വെള്ളം വീഴുന്നുണ്ടായി നോക്കിയോ. അതുണ്ടോ ഈ പെറ്റ് ഔട്ടുണ്ടോ, ഈ ഔട്ട് വന്നിട്ട് ഈ പെറ്റ് അതുപോലെ വന്നിട്ട് അങ്ങോട്ട് കാണും. എല്ലാവർക്കും നിയമമാണ്. മാറ്റിയോ മാറ്റിയില്ലെങ്കിൽ നമുക്ക് നോക്കാൻ അറിയാമല്ലോ. പഞ്ചായത്ത് ചെയ്തില്ലെങ്കിൽ പാർട്ടി സമ്മേളനം കൊല്ലത്ത് നടന്ന ദിവസം കൊണ്ടവരെല്ലാം മാറ്റി. സമ്മേളനം തീർന്നിട്ട് ഇന്നലെ തന്നെ എല്ലാം മാറ്റി. സിറ്റിക്ക് അല്ല, ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് നിയമമുണ്ട്, അതേപോലെയാണ് മറ്റുള്ളവർ കൂടെ ചിന്തിക്കണം. അപ്പം എനിക്ക് നിയമം അംഗീകരിച്ചിട്ട് മറ്റുള്ളവരുടെ നിയമോട് തെറ്റ് പറയാം. 100 രൂപയാണ് നിങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പൊ 100 പറഞ്ഞു, അവർക്ക് മേടിക്കാൻ നിയമമില്ല. അവർ ബാക്കി പൈസ അവർ അടയ്ക്കേണ്ടി വരും. നമ്മളൊന്നും പ്ലാസ്റ്റിക് കൊടുക്കുന്നില്ല സാർ. പ്ലാസ്റ്റിക് നിയമസഭ പാസ്സാക്കിയ സാധനം കോടതി പറഞ്ഞിട്ടുണ്ട്, കൊടിമരം നീക്കാൻ പറഞ്ഞു, നിങ്ങൾ നീക്കിയിട്ടില്ല. പ്ലസ് ബോർഡ് മാറ്റാൻ പറഞ്ഞു, മാറ്റിയിട്ടില്ല. ഈ ജംഗ്ഷനിൽ കൊടിമരം കിടപ്പുണ്ട്, തൊട്ടപ്പുറത്ത് കിടപ്പുണ്ട്. കൊടിമരം അസൗകര്യമായിട്ട് നിൽക്കുന്നതാണെങ്കിൽ അവർ മാറ്റും. റോഡ് സൈഡിൽ നിൽക്കുന്നത് കോടതി പറഞ്ഞേക്കണം. അവർക്ക് ഇല്ലേ QR കോഡില്ല ഇവിടെ? QR കോഡ് അത് പതിച്ചുണ്ടെങ്കിൽ എങ്ങനെ 50 രൂപ അടിക്കാൻ പറ്റുന്ന, എങ്ങനെ 100 രൂപ പതിക്കാൻ പറ്റും? നമ്മള് ഹോട്ടൽ നടത്തുന്നതിന്റെ വേസ്റ്റ് മാനേജ്മെന്റ് സാധനം വേണ്ട. ഇത് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു, ഈ വെള്ളമല്ലേ ഒഴുകി അടുത്തടുത്ത് നിങ്ങൾ ഓടാൻ വെട്ടി കൊടുത്തിട്ടുണ്ട്. വെള്ളം കയറിയപ്പോഴത്തേക്ക് അഴുക്ക് നമ്മുടെ കുടിവെള്ളത്തിലോട്ടല്ലേ പോകുന്നു. വേണ്ട, ആ വേസ്റ്റ് എല്ലാം ഔട്ട് അവിടെ വെച്ചേക്കുന്നത്. ഇത് അടച്ചേ പറ്റും. ഇന്നാണ് അടച്ചത്. ഈച്ചയുടെ പ്രധാന കാര്യം അതാണ്. വേസ്റ്റ് വെള്ളം അടയ്ക്കുന്നതിനുള്ള സംവിധാനം ചെയ്യണം. അതിന് പ്രത്യേക ടാങ്ക് ഉണ്ടാക്കി ആ വേസ്റ്റ് വെള്ളം ഇറക്കി നമുക്ക് 4 ഉണ്ടാക്കി. പിന്നെ ഇത് എന്തിനാ അവിലോട്ട് വരുന്നത്? ഒഴുക്കി വിട്ടേക്ക്. അതുകൊണ്ടാണ് ഈച്ച വരുന്നത്. ഈ ടാങ്കറിനകത്ത് വെള്ളം കാണും, കൊണ്ടുവരുന്ന മീൻ വെള്ളം കാണും. അത് നിങ്ങൾ തുറന്നിട്ടേക്കോട്ടെ. അവിടെ ഇവിടെ എല്ലാം കേരളത്തിന്റെ ഭാഗത്ത് വലിച്ചെറിയൽ മുക്തം കേരളമാക്കാൻ വേണ്ടിയുള്ള ഫൈനൽ സ്റ്റേജ് ആണ് നമ്മുടെ മാർച്ച് 30 നമ്മൾ സമ്പൂർണമായും വലിച്ചെറിയൽ ഇതും നമ്മുടെ ശുചിത്വ കേരളമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതിനുവേണ്ടി പഞ്ചായത്തുകളും അല്ലാതെ ജില്ലാ സ്കോഡും ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പോൾ അത് ഫൈനലൈസ്, അതായത് പലയിടത്തും കുറവ് കാണിക്കുന്നത് കൊണ്ട് ജില്ലയിൽ നിന്നുള്ള വിജിലൻസിന്റെ നേരിട്ട് നിയമത്തിൽ നമ്മളിപ്പം ചെക്കിങ് നടക്കുകയാണ്. ജില്ല മൊത്തം അല്ല, സ്റ്റേറ്റ് മൊത്തവും ഒരേപോലെ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ സ്ഥാപനങ്ങളും ബൾക്ക് വേസ്റ്റ് ജനറേറ്റേഴ്സ് എല്ലാം നമ്മൾ കയറുന്നുണ്ട്. അതിൽ നിയമലംഘനം കണ്ടു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടിയെടുക്കാനും, കട്ട് ചെയ്യേണ്ടതാണ് കട്ട് ചെയ്യാൻ, ലൈസൻസ് വരെ കട്ട് ചെയ്യണമെങ്കിൽ അതുവരെ ചെയ്യാനുള്ള നടപടിയായിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അത് ജനങ്ങൾക്കെല്ലാം തന്നെ ഈ പ്ലാസ്റ്റിക്കും നമ്മുടെ ഓടകളിലെല്ലാം വലിച്ചെറിയുന്നതും എല്ലാം ഒന്ന് ജനങ്ങളൊരു ബോധവൽക്കരണം നടത്താനുള്ള വേണ്ടിയാണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഏരൂർ ഇപ്പൊ കുറച്ച് നമ്മൾ പെനാൽറ്റി അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ വേസ്റ്റ് വെള്ളവും ആലഞ്ചേരിയിൽ നമ്മൾ കുറച്ച് പെനാൽറ്റി അടപ്പിച്ചിട്ടുണ്ട്. അത് വേസ്റ്റ് ഈ ഹോട്ടലിന്റെ ബാക്കിലൊക്കെ വേസ്റ്റ് വാരിയിടുന്നതിനെല്ലാം നമ്മൾ അതിന് അടപ്പിച്ചിട്ടുണ്ട്. അതിന് ഓരോ ഘട്ടങ്ങളിലാണ്, ഇപ്പൊ സ്ഥാപനങ്ങളിലാണ്, ഇനി അടുത്ത വീടുകളിലേക്കും ഇനി ഇത് പതുക്കെ വരുന്നുണ്ട്.
മാലിന്യ നിർമ്മാർജ്ജനം ശരിയായി പാലിക്കാത്ത ആലഞ്ചേരിയിലെ ഹോട്ടലിന്റെയും തട്ടുകടകളുടെയും ഉടമകൾക്ക് ഫൈൻ നൽകി. വിവിധ സ്ഥാപനങ്ങളിലെ മാലിന്യം വലിച്ചെറിയൽ, സ്ഥാപനങ്ങളുടെ വൃത്തിഹീനമായ പരിസരം, ഹരിതകർമ്മ സേനയ്ക്ക് യൂസർ ഫീ നൽകാതിരിക്കൽ, വ്യാപാര സ്ഥാപനങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന യൂസർ ഫീസായ 100 രൂപയിൽ 50 രൂപ മാത്രം നൽകൽ എന്നിങ്ങനെയുള്ള നിരവധി ക്രമക്കേടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. കാഞ്ഞുവയലിൽ പരിസര ശുചിത്വം പാലിക്കാത്ത ഹോട്ടലിനെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും സ്വകാര്യ ബാങ്കിലെ AC-യിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം ഇലക്ട്രിക് പോസ്റ്റിന് ചുവട്ടിലേക്ക് തുറന്നുവിട്ടതും കണ്ടെത്തിയിരുന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടറേറ്റിലെ ഇന്റേണൽ വിജിലൻസ് ഓഫീസർ ലാൽകുമാറിന്റെ നേതൃത്വത്തിൽ അഞ്ചൽ ബ്ലോക്ക് ജോയിന്റ് BDO, പത്തനാപുരം ബ്ലോക്ക് ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ, ഏരൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വിനയൻ, അസിസ്റ്റന്റ് സെക്രട്ടറി, ഹെൽത്ത് ഇൻസ്പെക്ടർ ആതിര എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. വരും ദിവസങ്ങളിൽ മറ്റു സ്ഥലങ്ങളിലും പരിശോധന നടത്തുമെന്നും അടുത്ത ഘട്ടമായി വീടുകളിലെത്തിയുള്ള പരിശോധനകളും നടത്തുന്നതാണെന്ന് സംഘം അറിയിച്ചു. ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ്, അഞ്ചൽ, അഗസ്തിക്കോട്. Contact 94472 44659 89218 37847.